ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സരയുവിനെ ജാക്സൺ വിളിച്ചിട്ട് പറയാണ് കല്യാണെ കൊന്നുകളഞ്ഞെന്ന്. അത് കേൾക്കുമ്പോൾ സരയുന് ഒത്തിരി സന്തോഷമാകുന്നു. സരയു പറയുന്നു, വാക്കാലെ പറഞ്ഞാൽ പോരാ, അവിടെ ഒരു ഫോട്ടോ കൂടെ വേണം മരിച്ചു കിടക്കുന്നതെന്ന്. കിരൺ അപ്പോൾ ചെവിയിൽ എന്തോ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ജാക്സൺ പറയാണ്, ഇപ്പോൾ ഞാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞ് വെളിയിൽ പോകും, ദൂരെ ഒരു സ്ഥലത്താകുമ്പോൾ ഡിക്കിയിലാണ് അവളുടെ ബോഡി, സമയത്ത് ഞാൻ ഫോട്ടോ എടുത്ത് അയക്കാമെന്നൊക്കെ പറയുന്നു. കൊക്കയിൽ തള്ളാനാണ് പ്ലാൻ എന്നൊക്കെ പറയാണ്. ഫോൺ വെച്ചതിന് ശേഷം ബൈജു കിരണിനോട് പറയുന്നുണ്ട്, അളിയൻ്റെ മുറപ്പെണ്ണ ആൾ കൊള്ളാം, ഭയങ്കര സാധനമാണെന്ന്. കിരൺ പറയുന്നുണ്ട്, ഇനി അവളെ ആരും വിശ്വസിക്കത്തില്ല, എൻ്റെ അമ്മ പോലും അവളെ വെറുക്കുമെന്നൊക്കെ പറയാണ്. സരയുനാണെങ്കിൽ കല്യാണിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഫോട്ടോ കണ്ടിട്ടാണെങ്കിൽ സരയുന് ഒത്തിരി സന്തോഷമാകുന്നു. ജാക്സനെ ഫോൺ വിളിക്കുകയാണ്. സരയു ആണെങ്കിൽ ജാക്സനെ വിളിച്ചിട്ട് പറയണം, ഫോട്ടോ കണ്ടിട്ട് തൃപ്തിയായി, ഇനി ഇത് കിരണൊക്കെ അറിയുമ്പോൾ ഭയങ്കര സങ്കടമാകുമെന്ന് പറയുന്നു. ജാക്സൺ അപ്പോൾ പറയണ, കിരണൊക്കെ രാവിലെ പുറപ്പെട്ടിട്ടുണ്ട്, അവിടെ എത്താറായിട്ടുണ്ടെന്നൊക്കെ. സരയു സൂചിപ്പിക്കുകയാണ്, കല്യാണി ശരിക്കും മരിച്ചിട്ടുണ്ടോ, ശ്വാസം കുറച്ചെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ജാക്സൺ പറയാണ്, അത് കുഴപ്പമില്ല, കൊക്കയിൽ നിന്ന് താഴേക്ക് എറിയുമ്പോൾ എന്തെങ്കിലും ഒരു ശ്വാസം കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ പൊക്കോളുമെന്നൊക്കെ പറയാണ്. സരയു പറയാണ്, ഈ ഉപകാരം ഒരിക്കലും മറക്കത്തില്ല, നിനക്ക് പറഞ്ഞ പണം ഉറപ്പായിട്ടും തന്നിരിക്കുമെന്നൊക്കെ പറയുന്നു. ജാക്സൺ ഫോൺ വെച്ചതിന് ശേഷം ബൈജു പറയാണ്, സരയു ഇപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരിക്കുമെന്ന്. കിരൺ ആണെങ്കിൽ ജെറിയോടും ബൈജുവിനോടും എല്ലാ പ്ലാനിങ്ങും പറയുകയാണ്. കിരൺ ജെറിയോട് സൂചിപ്പിക്കുകയാണ്, അങ്കിളിനെ ഫോൺ വിളിച്ചിട്ടിടയ്ക്ക് പറയണം കല്യാണിയെ കാണാനില്ലെന്ന്, അതുമാത്രമല്ല ഞങ്ങൾ രാവിലെ പുറപ്പെട്ടെന്നൊക്കെ പറയണമെന്ന് സൂചിപ്പിക്കുന്നു. ജെറി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് കല്യാണി എങ്ങനെയാണ് കൂട്ടിയിട്ട് പോകുന്നത്, കല്യാണിക്ക് അപകടമല്ലേ എന്നൊക്കെ പറയാണ്. കിരണിനെ ആണെങ്കിൽ വീണ്ടും ആ വെൽവിഷർ വിളിച്ചിട്ട് പോയി ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലായില്ലേ, നിങ്ങൾ ഇനിയും സൂക്ഷിച്ചു കൊള്ളണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. കിരൺ ആണെങ്കിൽ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ പറയുന്നില്ല. കിരൺ ആണെങ്കിൽ ജെറിയോടും ബൈജുവിനോടും പറയാണ്, ആരാണ് എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ എന്നെ സഹായിച്ചത് കൊണ്ട് അയാളെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയാണ്. കല്യാണിയാണെങ്കിൽ 2 ദിവസത്തേക്ക് വേറെ എവിടെയെങ്കിലും മാറ്റി നിർത്താനാണ് കിരണിൻ്റെ പ്ലാന്. എല്ലാവരും പോകാൻ വേണ്ടി കാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പാറു പറയാണ്, എനിക്കാണെങ്കിൽ സരയുവിനോട് ദേഷ്യം കൂടിയിട്ട് വരികയാണെന്ന്. കല്യാണി ചോദിക്കുന്നുണ്ട്, നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. കിരൺ പറയുന്നുണ്ട്, എല്ലാവരും സന്തോഷിക്കുന്ന എനിക്ക് കാണണം, അവരെ മുന്നിൽ പോയിട്ട് നീ മരിച്ചെന്ന് കരുതിയിട്ട് അത് കഴിഞ്ഞ് നീ ജീവനോടുണ്ടെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കരയുന്നതും കാണണമെന്നൊക്കെ പറയാണ്. ബൈജു അപ്പോൾ പറയാണ്, അജ്ഞാതനായ ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ശരിക്കും ബോഡിയായിട്ട് കല്യാണിയും കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വന്നേനെന്നൊക്കെ പറയാണ്. എല്ലാവരും കാറിൽ കയറിപ്പോകുന്നു. ആ സമയത്താണെങ്കിൽ അവരെ വാച്ച് ചെയ്ത് ഒരുത്തൻ നിൽക്കുന്നുണ്ടായിരുന്നു, ആരാണെന്ന് പക്ഷെ മനസ്സിലാകുന്നില്ല. സരയു ആണെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ സ്വയം ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരയുൻ്റെ അമ്മ അടുത്തേക്ക് വരുന്നു. സരയുൻ്റെ അമ്മ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് ഇത്ര സന്തോഷമെന്നൊക്കെ. സരയു അപ്പോൾ ഒന്നും പറയുന്നില്ല. സരയു അപ്പോൾ പറയണം, അമ്മയ്ക്ക് പിന്നീട് കാര്യമൊക്കെ മനസ്സിലാകുമെന്ന്. രൂപയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. രൂപ പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ്, സോണിമോൾക്കാണെങ്കിൽ പ്രഷർ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് പറയുകയാണ്. സരയുൻ്റെ അമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. രൂപ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. രൂപ പോയി കഴിഞ്ഞിട്ട് സരയുൻ്റെ അമ്മ പറയാണ്, ആ കുഞ്ഞങ്ങ് ഇല്ലാതായിരുന്നെങ്കിൽ നല്ലതായേനെ എന്ന്. സരയു അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇപ്പോൾ കല്യാണി പോയി, അതുപോലെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുമെന്നൊക്കെ. സരയുൻ്റെ അമ്മ പറയുകയാണ്, ഓണാഘോഷത്തിന് കിരണും കല്യാണിയും തമ്മിൽ ഒത്തിരി സ്നേഹത്തോടെ നിൽക്കുന്നുവെന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായതാണ്, എന്നിട്ട് നീ എന്തിനാണ് രാജ്മോഹനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. സരയു അപ്പോൾ പറയാണ്, എനിക്ക് ആ കല്യാണത്തിന് സമ്മതമാണെന്നൊക്കെ. സരയുൻ്റെ പ്രവൃത്തിയിലാണെങ്കിൽ സരയുൻ്റെ അമ്മയ്ക്ക് ശരിക്കും സംശയങ്ങൾ തോന്നുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്